കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി സഖാവ് ബിനോയ് കുര്യനാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി സഖാവ് ടി ഷബിനെയാണ് മത്സരിക്കുന്നത്. രണ്ടുപേരും CPIM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ്. ബിനോയ് കുര്യൻ ഉണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ച് പ്രവർത്തന അനുഭവമുള്ള ആളാണ്. ഷബിനെയും നേരത്തെ പഞ്ചായത്തിൽ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിൽ ഉജ്ജ്വലമായ വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞത്. കഴിഞ്ഞ തവണ 17 ഡിവിഷനുകളിലാണ് LDF ജയിച്ചിരുന്നത്. ഇത്തവണ 18 ഡിവിഷനുകളിലായി LDF-ൻ്റെ വിജയം ഒന്ന് വർദ്ധിപ്പിച്ച് ഉജ്ജ്വലമായ വിജയമാക്കി മാറ്റാൻ ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7 ഡിവിഷനുകൾ ഒഴികെ ബാക്കി എല്ലാ ഡിവിഷനുകളിലും ഈ കണ്ണൂർ ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഇടതുപക്ഷമാണ് ജയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് നേരത്തെ ഞാൻ പങ്കുവെച്ചതാണ്. പക്ഷെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ളത് തെറ്റാണ്, ഒരടിസ്ഥാനമില്ലാത്ത. ഞാൻ പറയുന്നത് ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എത്ര അസംബ്ലി മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് മേൽക്കൈയുണ്ട്, എത്ര അസംബ്ലി മണ്ഡലങ്ങളിൽ UDF-ന് മേൽക്കൈയുണ്ട് എന്നുള്ളത് ആണ് ഞാൻ പറഞ്ഞ മാധ്യമം എഴുതിയിട്ടുള്ളത്. അഭിമാനത്തോടെ പറയുകയാണ്, കണ്ണൂർ ജില്ലയിൽ ആകെയുള്ള 11 അസംബ്ലി മണ്ഡലങ്ങളിൽ 8 മണ്ഡലങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പരിശോധിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ഭൂരിപക്ഷം. അത് ഗ്രാമപഞ്ചായത്ത് വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാലും ബ്ലോക്ക് പഞ്ചായത്ത് വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാലും ജില്ലാ പഞ്ചായത്ത് വോട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതായാലും ഇടതുപക്ഷത്തിനാണ് 8 മണ്ഡലങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ ഭൂരിപക്ഷമുള്ളത്. എന്നാൽ 6 ഇടത്ത് മാത്രമേ ഭൂരിപക്ഷമുള്ളൂ എന്ന നിലയിലാണ് പ്രചരണം വന്നിട്ടുള്ളത്. ആ പ്രചരണം തെറ്റാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഇതേ ചിത്രമാണ് കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നത്. അന്ന് 2020-ൽ 8 അസംബ്ലി മണ്ഡലങ്ങളിലാണ് ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുണ്ടായിരുന്നത്. എന്നാൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് ഇടതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം, യഥാർത്ഥ ഭൂരിപക്ഷം ഇടതുപക്ഷം ജയിച്ചത് 8-ലായിരുന്നില്ല, 9-ലായിരുന്നു. 2020-ൽ ഇല്ലാതിരുന്ന കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലും ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവം. ഇപ്പോൾ കണ്ണൂർ, പേരാവൂർ, ഇരിക്കൂർ മണ്ഡലങ്ങളിൽ മാത്രമാണ് UDF-ന്
ഭൂരിപക്ഷമുള്ളത്. 2020 ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും വളരെ ശക്തമായി ഈ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സീറ്റുകളും പിടിക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പരിശോധിച്ചാൽ ഉള്ളത് എന്ന് കാണാൻ വേണ്ടി കഴിയും. 8 അസംബ്ലി മണ്ഡലങ്ങളിൽ മാത്രം 8 അസംബ്ലി മണ്ഡലങ്ങളിൽ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഭൂരിപക്ഷമുണ്ടായിരുന്ന ഇടതുപക്ഷം തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജയിച്ചത് 9 ഇടങ്ങളിലാണ്. പരാജയപ്പെട്ട 2 സീറ്റുകളിൽ 1 സീറ്റ് പേരാവൂർ മണ്ഡലം നിസ്സാര വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു മണ്ഡലവുമില്ല എന്നതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്.